നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. നമ്മളിവിടെ ഫ്രഷ് പീസ് ഒരു 1-2 പച്ചമുളക്, ഒരു തക്കാളി, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ സവാള, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രഷ് പീസാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയുടെ കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്, അല്ലെങ്കിൽ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ വിസിലടിച്ചാൽ മതി, എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല, പകരം നമ്മൾ ചേർക്കുന്നത് ഒരു 7-8 കാഷ്യൂനട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് കുറുകി നല്ലൊരു സ്വാദും നല്ലൊരു മണവും കിട്ടും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരല്പം ചുവന്നുള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്കൊരല്പം ചതച്ച മുളകും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ ഏത് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ ബൈ.